ഹേ ഗൈസ് വാട്സപ്പ് സൗത്ത് ബോയ് ഹിയർ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മുടെ എമ്പുരാൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ പോയി എല്ലാവർക്കും കാണാം. ഞാൻ കണ്ടു. ഗൂസ് ബംസ് ഗൈസ്. 2 മിനിറ്റ് കൊണ്ട് എന്താ പറയുക, എന്നാൽ ഞാനൊട്ട് കാണിക്കത്തുമില്ല, എന്നാൽ ഞാൻ കുറച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എമ്പുരാൻ്റെ ടീസർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഓഡിയൻസ് ഒക്കെ കൂടുതലും ലൂസിഫറിൻ്റെ തന്നെയാണ്. പക്ഷേ എന്തു പറയുന്നത്, വലിയൊരു യൂണിവേഴ്സ്. അതിനകത്ത് കുറച്ച് കുറച്ച് ഭാഗം അവർ കാണിച്ചു തരാം. കുറച്ച് സാധനം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ട്രെയിലറിൻ്റെ അകത്ത് ഗൈസ് ആറ്റം ബോംബായിരിക്കും ട്രെയിലർ. സത്യമായിട്ടും വിഷയം സാധനമായിരിക്കും ട്രെയിലർ. ടീസറിന് വേണ്ടി തന്നെ ഗൈസ് എന്തുവാ പറയുന്നത്, വലിയ ലോഞ്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് മോഹൻലാൽ പറയുന്നുണ്ട് സെക്കൻഡ് പാർട്ടല്ല, ഇനി തേർഡ് പാർട്ട് കൂടി വരുന്നുണ്ട്. ഒഫീഷ്യലി പേര് അനൗൺസ് ചെയ്തിട്ടില്ല, ബട്ട് തേർഡ് പാർട്ട് ഉറപ്പായിട്ടും വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സെക്കൻഡ് പാർട്ട് പിന്നെ ഉറപ്പായിട്ടും ഹിറ്റ് ആവുന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരനാണ്, അറിയാലോ. പിന്നെ മോഹൻലാലിൻ്റെ കുറച്ച് പടം കുറച്ച് മാസങ്ങളായിട്ട് ഫ്ലോപ്പായിട്ട് പോവുകയാണ് എന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. നേര് മൂവിയൊക്കെ ആരും മറന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എന്നിരുന്നാലും നമുക്കിതൊന്നും വലിയ കാര്യമില്ല ഗൈസ്. കാരണം ഇതൊക്കെ മറന്നുകൊണ്ട് ആഘോഷിക്കാൻ പറ്റിയൊരു പടമാണ് മാർച്ച് 27 എത്തുന്നത്. സോ ഇനി കുറച്ച് ദിവസങ്ങൾ, 60 56 ഡേയ്സ് സംതിങ്. ടീസറിൽ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്, മോഹൻലാൽ ലൂസിഫർ ഈസ് കമ്മിങ് ബാക്ക്, മോഹൻലാൽ ഈസ് കമ്മിങ് ബാക്ക് എന്ന ഗൈസ്. ഇവനൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി ലാലേട്ടൻ തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. ഇനി അണ്ണൻ ഇത്രയും പൊട്ടിയ പടമില്ലേ, അതൊക്കെ ബാക്കി കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒറ്റ പടം മതി. സത്യം പറഞ്ഞാൽ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട് ഗൈസ്. കാരണം വേറൊന്നുമില്ല, ലൂസിഫർ പടം ഉണ്ടാക്കിയ ഓളം അറിയാലോ എല്ലാവർക്കും. 200 കോടി നേടിയ വളരെയധികം ഓളം ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു. ഒത്തിരി പടങ്ങൾ എനിക്കിതുപോലെ ഗൂസ് ബംസ് തന്നിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് പാർട്ടിന് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു പടം എനിക്ക് വേറൊരു പടമില്ലായിരുന്നു. ആകെപ്പാട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തന്നത് എനിക്കൊന്ന് ഇന്ത്യൻ 2 തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടി പാളീസായിപ്പോയി. ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട് ഗൈസ്. ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു ക്യാമിയോ ഒക്കെ ഒത്തിരി കാണുമായിരിക്കും. ചിലപ്പോൾ മമ്മൂക്കയുടെ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. മെയിനായിട്ട് ഗൈസ് ഈ ടീസറിനെ ഞാൻ പറഞ്ഞു, എഡിറ്റിംഗ് എനിക്ക് ചെറുതായിട്ടൊരു പാളിച്ച തോന്നി. ബാക്കി വിഷ്വൽസിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. എല്ലാ രാജ്യങ്ങളിലും പോയി എടുത്ത വിഷ്വൽസിൻ്റെ ഓരോരോരോരോ സ്ക്രീൻ പ്ലേ ഗൈസ് വിഷയം. ട്രെയിലർ എന്നാണോ ആവോ, എനിക്ക് തോന്നുന്നു ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കോരി തരിക്കും ഗൈസ് പടം കാണാൻ. മോഹൻലാലിൻ്റെ ഒക്കെ പഴയ വണ്ടിയില്ലേ ലൂസിഫറിനകത്ത് മോഹൻലാൽ ട്രാവൽ ചെയ്യുന്നത്, അതൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് ഈ ഒരു പടത്തിൽ. എന്തായാലും നമുക്ക് കണ്ടിരിക്കാം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.